ഹലോ എവ്രിവൺ, വെൽക്കം ടു കുട്ടു എൻ്റർടൈൻമെൻറ്റ്സ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഫിഷ് മാർക്കറ്റിലേക്ക് മീൻ മേടിക്കാൻ പോകുന്ന കാഴ്ചയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എല്ലാ വ്യാഴാഴ്ചകളിലും മാത്രമേ സൗത്ത് ആംപ്റ്റണിൽ ഫ്രഷ് ഫിഷ് കിട്ടാറുള്ളൂ. എനിക്ക് ഫ്രോസൺ ഫിഷ് അധികം ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും പറ്റുന്ന ആഴ്ചകളിലേക്ക് വ്യാഴാഴ്ച ഓഫീസിൽ വലിയ തിരക്കില്ലാത്ത അധികം മീറ്റിംഗ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ മേടിക്കാൻ പോകാറുണ്ട്. ഇപ്പം അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ കാണുന്ന ടൈപ്പ് ഇതിനൊരു ബൈക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലിത് കിക്ക് സ്കൂട്ടറാണ്. ഇത് ബൈക്ക് എന്ന് പറയും. ഇത് ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ട്രാവൽ ചെയ്യാം. അതായത് പല സ്ഥലങ്ങളിലും ഇതിനൊരു പർട്ടിക്കുലർ പോയിൻ്റ് ഉണ്ടാകും. ആ ഒരു പോയിൻ്റിൽ നമുക്കൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ളത് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാകും. അവിടെ പോയി നമുക്കത് എടുക്കാം, യൂസ് ചെയ്യാം. ഇത് റോഡ് ക്രോസ് ചെയ്യുന്നതാണ്. അത് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നതിനകത്ത് നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഗ്രീൻ സിഗ്നൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഗ്രീൻ വന്നാൽ മാത്രമേ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ വെയിറ്റ് കാണും. വെയിറ്റ് കഴിഞ്ഞിട്ട് ആ റെഡ് മാറി ഗ്രീൻ വരുമ്പോഴത്തേക്കേ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഗ്രീനായി. സോ ഈ റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതാണ് ഫിഷ് മാർക്കറ്റ് നല്ല അതൊരു വണ്ടിയിൽ ഒരുപാട് ഫിഷായിട്ട് ആൾക്കാർ വരും. അവരങ്ങനെ വിൽക്കുന്നതാണ്. ഇത് മസൽസാണ്, നമ്മുടെ കല്ലുമക്കായ. ഇത് മീമോട്ട എന്ന് പറയും. കോഡ്രോ എന്നാണ് അറിയപ്പെടുന്നത്. 10 അതായത് ഒരു ഒരെണ്ണത്തിന് 10 പൗണ്ടാണ് പറഞ്ഞേക്കുന്നത്. ഇത് ശംഖ് പോലത്തെ ഓയിസ്റ്റേഴ്സാണ് ഈ കാണുന്നത്. ഇതും ഓയിസ്റ്റർ എന്ന സ്കാലോപ്പ് എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പാണ്. അത് കണ്ടിട്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് അറപ്പ് തോന്നി കേട്ടോ. അതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. ഇത് ഫിഷ് ഫില്ലറ്റ്സ് ആണ്. ഇത് കഷ്ണം മീനിൻ്റെ കുറച്ച് കഷ്ണങ്ങളൊക്കെയാണ്. അത് മിക്സാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു സാൽമണിൻ്റെ വേറെ ഏതോ മീനിൻ്റെ മിക്സാണ്. അതിന് 9 പൗണ്ടാണ്. ഈ സംഭവം എന്താണെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. എന്തോ സീ ഫുഡാണ്, എനിക്കറിയത്തില്ല. കണ്ടിട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി. ഞാനതൊന്ന് ഗൂഗിൾ സീ ഹാർവസ്റ്റ് ഫ്രം സ്കോട്ട്ലൻഡ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇതും മസൽസിൻ്റെ വേറൊരു ടൈപ്പാണ് കേട്ടോ. കോക്കിൾസ് എന്നറിയപ്പെടും. ഇതാ മുംബൈയിൽ നിന്ന് ഞാൻ കാണിച്ച സ്കാലോപ്സാണ്. ഇത് ലോബ്സ്റ്റേഴ്സാണ്. അത് സത്യം പറഞ്ഞാൽ ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോൾ ഇതൊന്നും ചത്തിട്ടില്ല, ജീവനുണ്ട് കണ്ടോ. അതൊക്കെ ചെകളിൽ നിന്നൊക്കെ വരുന്നത് കണ്ടോ, ഒന്നും ചത്തിട്ടില്ല. ഇത് സ്ക്വിഡാണ്. ഞാൻ സ്ക്വിഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. ഇതും സ്ക്വിഡിൻ്റെ തന്നെ വേറെ എന്തോ കാറ്റഗറിയാണ്, കുറച്ചുകൂടെ വില കുറവുള്ളത്. ഇത് ഒക്ടോപ്പസാണ്. 10 പൗണ്ടാണ്. 1 കിലോയ്ക്ക് 10 പൗണ്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. 10 പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ 1000 രൂപയ്ക്ക് മുകളിലാകും കേട്ടോ. ഇത് സീ ബ്രീമാണ്. തൊട്ടപ്പുറത്തെ കണ്ടത് സീ ബാസയാണ്. ഞാൻ സീ ബാസയും വാങ്ങിയിരുന്നു. ഈ മീൻ ഞാൻ ആദ്യമായിട്ട് കാണാൻ എന്താ ടൈപ്പ് എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാനിത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതും ബ്രൗൺ ഗ്രൂപ്പർ എന്ന് പറഞ്ഞൊരു മീനാണ്. ഇത് കണ്ടിട്ട് എനിക്ക് നമ്മുടെ പണ്ട് അക്വേറിയത്തിലൊക്കെ ഉണ്ടായിരുന്നൊരു സക്കർ ഫിഷ് ഉണ്ടല്ലോ, അതുപോലെയൊക്കെ തോന്നി. എനിക്ക് ഇഷ്ടം തോന്നിയില്ല. ഇത് റെഡ് ഗ്രൂപ്പറാണ്. ഇതും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ സ്വന്തം മത്തിയാണ്. ഞാനിത് വാങ്ങിച്ചു. മത്തിയുടെ വില കണ്ടോ. 1 കിലോ മത്തിക്ക് 12 പൗണ്ടാണ്. 1200 രൂപയിലധികം കൊടുക്കണം 1 കിലോ മത്തിക്ക്. ഇത് നമ്മുടെ ആനച്ചവിട്ടി എന്നൊക്കെ പറഞ്ഞ മീനായിരുന്നു മുമ്പേ കണ്ടത്. ഇത് റാബിറ്റ് ഫിഷാണ്. കണ്ടിട്ട് രസമുണ്ട്, കുറച്ച് തിക്കായിട്ട് ഫ്ലഷും ഉണ്ട് കേട്ടോ. ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കും. ഇത് ശംഖാണ്. അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് യാതൊരു ഐഡിയ. ഇത് സാൽമണാണ്. വളരെ സ്പെഷ്യൽ അവൈലബിലിറ്റിയാണ് സാധനം. ഇതെന്താ സംഭവം എനിക്കറിയത്തില്ല. കണ്ടിട്ട് വലിയ ആന ഫിഷ് വരുന്നുണ്ട്. അത് ഭയങ്കര റേറ്റ് വരുന്നത് 20 പൗണ്ട്സ് ആയിരുന്നു. ഇത് നമ്മുടെ കോൺഫിഡൻസ്. ഇത് ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. ഇത് പിലാപ്പിയാണ്. ക്രാബിൻ്റെ പല വെറൈറ്റി ക്രാബ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാകാറുണ്ട്. ഭയങ്കര വലുതും കണ്ടാൽ തന്നെ മോൺസ്ട്രസ് ലുക്കിലുള്ള ക്രാബൊക്കെ ഇവർ മിക്കവാറും കൊണ്ടുവരാറുണ്ട്. ഇത് ലെമൺ സോൾ എന്ന് പറഞ്ഞ ഫിഷാണ്. ഇത് സാൽമണിൻ്റെ ബോണാണ്. പല ആൾക്കാരും അത് വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഒരു സാൽമൺ ബോൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ ഫ്ലഷ് ഉണ്ടാവും. അത് 2 പൗണ്ടേ ഉള്ളൂ. വളരെ ചീപ്പാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരാൾ മാത്രമുള്ളൊരു വീട്ടിലേക്കാണെങ്കിൽ ഒരു 2 സാൽമണിൻ്റെ എല്ലാ പീസ് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഫ്ലഷ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് വാങ്ങിക്കുവാണെങ്കിൽ നൈസായിട്ടൊരു കറി സെറ്റാക്കാൻ പറ്റും. അങ്ങനെ മീൻ മേടിച്ചിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. എനിക്ക് വർക്കിംഗ് ഡേ ആണ്, വ്യാഴാഴ്ച വർക്കിംഗ് ഡേ. ഓഫീസിൽ നിന്ന് ഞാൻ നൈസായിട്ട് ചാടിയതാണ്. അപ്പോൾ എനിക്ക് തിരിച്ച് പോകണം. 4 o'clock എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതിനുള്ളിൽ എനിക്ക് തിരിച്ച് പോകണം. അപ്പോൾ ഞാൻ നേരെ
ഓഫീസിലേക്ക് പോയിട്ട് പറഞ്ഞ് തിരിച്ച് നടക്കുകയാണ്. പക്ഷേ എപ്പോഴും ഈ സിറ്റി സെൻറ്റർ ഭാഗത്ത് വന്നാൽ എനിക്കൊരു ചായ്വുണ്ട്. കുറേ ഷോപ്സ് ഉണ്ട്. ഹൈ സ്ട്രീറ്റാണ്. ഹൈ സ്ട്രീറ്റിൽ കുറേ വലിയ വലിയ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് എന്തെങ്കിലും പുതിയത് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ചുമ്മാ കറങ്ങാൻ വായി നോക്കാൻ പോയി തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു കുറച്ച് നേരം ഷോപ്പിൽ കയറി കറങ്ങിയിട്ട് പോവാം. 4 മണി അങ്ങനെ ഇനി സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഉള്ളൊരു നല്ലൊരു അടിപൊളി പാർക്കാണ്. ആ പാർക്കിൻ്റെ സൈഡിൽ തന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ഏരിയയൊക്കെ ഉണ്ട്. അപ്പം ഇതിപ്പോൾ വിൻ്റർ ആയത് കാരണമാണ് ഈ ട്രീസൊക്കെ ഇങ്ങനെ ഭയങ്കര രസമാണ് കേട്ടോ. ഈ സമ്മർ ആകുമ്പോൾ ഇതിന് വേറൊരു ഭംഗിയാണ്. ഈ മരങ്ങൾക്കകത്ത് മൊത്തം ഇലകളൊക്കെ ആയിട്ട് നല്ല പച്ചക്കുന്ന വഴിയിലൊക്കെ. ഇതിപ്പോൾ വിൻ്റർ ആയത് കാരണം ഈ മരങ്ങളിലെ ഇലയെല്ലാം കൊഴിഞ്ഞ് നിൽക്കുവാണ്. ഇത് ഈ ഭാഗത്ത് കാണുന്ന പക്ഷികളാണ്. ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ എൻ്റെ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകതരം സൗണ്ടാണ് ഈ കിളികൾക്ക്. ഇന്നൊരു സണ്ണി ഡേ ആണ്. റെയിനി ഡേ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ശോകമാണ് നമുക്ക് നടക്കാനും പോകാനും ഒക്കെ. മൊത്തം ചെളിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ ഒരു നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള നല്ലൊരു സണ്ണി ഡേ ആണ്. പിള്ളേരൊക്കെ ആയിട്ട് ആൾക്കാർ പാർക്കിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ വെയിൽ കണ്ടാൽ ആൾക്കാർക്ക് പുറത്തിറങ്ങും. അവരപ്പോൾ പുറത്തിറങ്ങും. സീഗാളെന്നെങ്ങാണ്ടാണ് ഈ പക്ഷിയുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട്, അതായത് ഈ പാർക്കിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ്. സൗത്താംപ്ടൺ ആക്ച്വലി ഒരു കോസ്റ്റൽ ഒരു പോർട്ടൊക്കെ ഉള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് സീഗാൾ ഇവിടെ കുറച്ചധികം കാണപ്പെടുന്നുണ്ട്. കുറച്ചുകൂടി മുമ്പോട്ട് നടക്കുമ്പം പ്രാവുകളുടെ ഒരു വലിയ കൂട്ടത്തെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. സാധാരണ ഒരുപാട് പ്രാവുകളെ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു പ്രത്യേകതരം ഒരു പൂ പോലത്തെ ഒരു സാധനം ഞാൻ അവിടെ കണ്ടതാണ്. പല കളേഴ്സ് ഉണ്ട്. യെല്ലോ ഉണ്ട്. ഇത് പർപ്പിളാണ് ഞാൻ കണ്ടത്. ഇനിയിപ്പം സമ്മർ ഏകദേശം തുടങ്ങാൻ പോവുകയാണ്. സമ്മർ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പൂക്കൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹൈ സ്ട്രീറ്റ്. ഞാൻ അന്നത്തെ ദിവസം ലഞ്ച് കഴിച്ചിട്ടില്ല. ഞാൻ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ നേരെ ഗ്രെക്സിലേക്ക് പോയി. ഞാൻ മിക്കവാറും സിറ്റി സെൻറ്റർ വരുന്ന കഴിക്കുന്ന ഒരു സ്പോട്ടാണ് ഗ്രെക്സ്. ഇവിടെ നല്ല ചിക്കൻ ഫ്രൈ ഉണ്ട്. നമ്മുടെ KFC ഒക്കെ പോലെ മാതിരിയുള്ള ചെറിയ നഗറ്റ്സ് മാതിരിയുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഒരെണ്ണം എടുത്തു. പിന്നെ ഇത് ബീഫ് ഫ്രൈ ആണ്. അതിനകത്ത് നമ്മുടെ പപ്സിൻ്റെ വേറൊരു വേർഷൻ എന്ന് പറയാം. ബീഫും ചീസും ആണ് അതിനകത്തുള്ളത്. ഇത് രണ്ടും കഴിച്ച് അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ വിശപ്പ് മാറും. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് സ്പോർട്സ് ഡയറക്റ്റിലേക്കാണ്. എനിക്കൊരു ഷൂ നോക്കണമെന്നുണ്ടായിരുന്നു. നൈക്കയുടെ ഒരു റെഡ് ഷൂസാണ് ഞാൻ മനസ്സിൽ കണ്ടത്. പക്ഷേ എപ്പോഴും ഇവിടെ കയറിയാൽ ഞാൻ ആദ്യം ഒന്ന് നോക്കുന്നത് കിഡ്സിൻ്റെ സെക്ഷനിലാണ്. എൻ്റെ മോന് പറ്റിയ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ എന്ന് നോക്കും. അപ്പം ഈ സമയത്തൊക്കെ വീഡിയോ കോളിലൂടെ ഞാൻ അവനെ ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. നിനക്ക് ഏതാ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാറ്റ്മാൻ ഷൂ കണ്ടപ്പോൾ അവന് ഭയങ്കര എക്സൈറ്റഡ് ആയി. നിങ്ങൾക്കറിയാം, ഞങ്ങളെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, അവൻ ഭയങ്കര ബാറ്റ്മാൻ ഫാനാണ്. പക്ഷേ അത് അവൻ്റെ സൈസ് പാകമാകുമോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് മന്ത് അവൻ വരുന്നത് കാരണം ഞാൻ എടുത്തില്ല. അവൻ വന്ന് നേരിട്ട് നോക്കി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴും ആൺകുട്ടികളുടെ സാധനം നോക്കുമ്പോൾ ഞാൻ പെൺകുട്ടികളുടെ സൈഡിലേക്ക് എനിക്ക് വല്ലാത്ത ചായ്വുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ ഫ്രോസൺ പ്രിൻസസിൻ്റെയൊക്കെ ഷൂസ് കണ്ടത്. ഇതൊക്കെ ലൈറ്റ് കത്തുന്ന ടൈപ്പാണ്. ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ ലേഡീസിൻ്റെ ഞാൻ വന്നത് എനിക്ക് ഷൂ നോക്കാൻ വേണ്ടിയാണ്. പക്ഷേ ബൂട്ട്സ് ആക്ച്വലി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ. അത് കാരണം ബൂട്ട്സ് എനിക്കിപ്പോൾ വാങ്ങാൻ വലിയ താല്പര്യം ഉണ്ടായില്ല. പിന്നെ ജാക്കറ്റ് സെക്ഷനിലേക്ക് ഞാൻ ഒന്ന് കറങ്ങി. കാരണം ഇവിടെ ഇപ്പോൾ ജാക്കറ്റ്സ് എന്ന് പറയുന്നത് ഡെയിലി നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പം എനിക്ക് ഇപ്പം ഓൾറെഡി ഒരു 4 ജാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിത് മാറി ഇടും. ഓരോ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഓരോ പരിപാടിക്കൊക്കെ ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ അതനുസരിച്ചിട്ട്, പുറത്ത് പോകുമ്പോൾ അതനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ ജാക്കറ്റ്സിൻ്റെ സൈഡിലും നോക്കി. എനിക്കൊന്നും അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല. ഇത് അവിടെ തന്നെ ഞാൻ കണ്ട ബൂട്ട്സിൻ്റെ സെക്ഷനാണ്. അപ്പം കുട്ടുവിന് ബൂട്ട്സ് ഇതുവരെ ഇല്ല. അപ്പോൾ അതും ഞാനിപ്പോൾ അവൻ വരാണ്ട് വാങ്ങിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എനിക്കിത് കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അവന് വീഡിയോ കോളിൽ ഞാൻ അവനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കുട്ടുവിന് ബാറ്റ്മാൻ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇവിടെ ബാറ്റ്മാൻ ഇല്ല.
ഇതിൻ്റെ വില ഏകദേശം 20 പൗണ്ടാണ്. നമ്മുടെ നാട്ടിലെ 2000 രൂപയ്ക്ക് മുകളിലാണ് ഈ ബൂട്ട്സിൻ്റെ വില വരുന്നത്. കൂടുതലും സ്പൈഡർമാൻ്റെ കളക്ഷൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വിൻ്ററിലൊക്കെ കുട്ടികൾക്ക് ബൂട്ട്സ് വളരെ നല്ലതാണ്. കാലിലധികം തണുപ്പ് ഒന്നും അടിക്കാണ്ടിരുന്നോളും. അപ്പോൾ ഇവിടെ വരുമ്പം ഇതേപോലൊരു ബൂട്ട്സ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ഐറ്റമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ ലേഡീസിൻ്റെ ഷൂ സൈഡിലേക്ക് പോയി. എനിക്കൊരു റെഡ് ഷൂസാണ്. അത് ബ്രാൻഡ് നൈക്കിയാണ് ഞാൻ നോക്കിയത്. പക്ഷേ നമ്മൾ ആ കണ്ടത് അഡിഡാസിൻ്റെയാണ്. ഈ ഷെയ്ഡ് എനിക്ക് റെഡ് ഓർ പിങ്ക് ആണ് എനിക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. ഇപ്പോൾ പിങ്ക് നോക്കി, പക്ഷേ ഇത് പിങ്കിൻ്റെ ഈ ബ്രാൻഡ് ഡബിൾ ആമർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. നമ്മുടെ നാട്ടിലിതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 40 പൗണ്ട്, ഏകദേശം 4000 രൂപയ്ക്ക് മുകളിലാണ് അതിൻ്റെ വില വരുന്നത്. ഈ 124ൻ്റെയും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എന്നിട്ട് നൈക്കയുടെ സെക്ഷനിലെത്തി. പക്ഷേ ഇത് അവരുടെ ഫുട്ബോൾ ഷൂസാണ്. സ്നീക്കേഴ്സും ഉണ്ട് മുകളിൽ. ഹരിക്കെയിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കാണാം നിങ്ങൾക്ക്. എനിക്ക് ആ പർപ്പിൾ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ്. അങ്ങനെ അധികം കാണാത്തൊരു ഷെയ്ഡാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും കംപ്ലീറ്റ്ലി ഒരു സ്പോർട്സ് സാധനങ്ങൾ മൊത്തം കിട്ടുന്ന സൈഡാണ്. ഫുട്ബോളിൻ്റെ കളിക്കുമ്പോൾ ഇടുന്ന ഷൂസും പിന്നെ കുറേ പ്രീമിയം ക്ലബ്സിൻ്റെയൊക്കെ ആക്സസറീസ്, അവരുടെ ക്യാപ്സ്, സ്കാർഫ്സ്, പിന്നെ ജേഴ്സി, അതെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ വീഡിയോ കോളിൽ എൻ്റെ ഹസ്ബൻഡിനെയും മോനെയും ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അവരിതൊക്കെ ഭയങ്കര എക്സൈറ്റഡ്. ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇത് അഡിഡാസിൻ്റെയാണ്. ഇത് വരുമ്പം കുറേ ക്ലബ്സിൻ്റെയൊക്കെ ജേഴ്സീസാണ് വരുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയാണ് ഇപ്പോൾ കാണുന്നത് ഇതൊക്കെ. കാര്യം നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് കൂടുതലാണെങ്കിലും ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് എനിക്കിവിടെ UK പ്രോഡക്ട്സിന് തോന്നിയിട്ടുള്ളത്. പ്രൈസ് വൈസ് എന്തായാലും കൂടുതലാണ്. പ്രൈസ് കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നാറുമില്ല. പക്ഷേ അത് ഒരു എന്താണ് അസറ്റാണ്. ലൈക്ക് ക്വാളിറ്റി വൈസ് ഇറ്റ് ഈസ് അമേസിങ്. അതിപ്പം എല്ലാം ആണെങ്കിലും കേട്ടോ, ഫ്രൂട്ട്സ് ആണെങ്കിലും ചോക്ലേറ്റ്സ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും പ്രൈസ് കൂടുതലാണെങ്കിൽ പോലും ഇവിടുത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയാണ്. ഞാൻ വീണ്ടും ഹൈ സ്ട്രീറ്റിലേക്ക് വിസ്കിയുടെയൊക്കെ മുമ്പിലേക്ക് ഇത് വിസ്കി എന്നാണ് പറയപ്പെടുന്നത് ആ ഷോപ്പിംഗ് മോളിൽ. അപ്പോൾ മിക്കവാറും ഈ സ്ട്രീറ്റിൽ നടക്കുന്നുണ്ടായിരിക്കും. അപ്പം ഇന്നിപ്പോൾ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ഈ ഗിറ്റാർ വായിക്കുന്ന അങ്കിളിനെയാണ്. പുള്ളി വളരെ മനോഹരമായിട്ട് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് പെർഫോമൻസൊക്കെ കാണും. പക്ഷേ അത് നല്ല നോക്കുന്നില്ലായിരുന്നു. പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ചുറ്റും ആരും ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ വിചാരിച്ചു തിരിച്ച് പോകാം. പക്ഷേ ആ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോരോ കടകൾ കാണുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാനൊക്കെ ഒരു വല്ലാത്ത ടെൻഡൻസിയാണ്. എനിക്ക് 4 മണിക്ക് മുമ്പ് ചെല്ലണം എന്നുള്ളത് കൊണ്ട് ഞാനിതൊക്കെ വിട്ടു. എനിക്ക് TK Maxx എന്നൊരു ഷോപ്പുണ്ട്. അവിടെ അത്യാവശ്യം പ്രീമിയം ബ്രാൻഡ്സിൻ്റെയൊക്കെ സാധനങ്ങളുണ്ട്. അത് മിക്കവാറും ഓഫർ പ്രൈസിലൊക്കെ വരികയും ചെയ്യും. ഞാൻ അവിടെ കയറിയില്ല. ഇത് റോമൻസ് എന്ന് പറയുന്നൊരു ഷോപ്പാണ്. ഈ റോമൻസിലും അത്യാവശ്യം ഡ്രസ്സസ് നല്ല കളക്ഷനുണ്ട്. മിക്ക സമയത്തും ഓഫേഴ്സും ഉണ്ടാവും, സെയിലൊക്കെ ഉണ്ടാവും. എനിക്കൊരു ഡെനിമിൻ്റെ ജാക്കറ്റ് മേടിക്കണം കുറച്ചേറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മിക്കവാറും റോമൻസിൽ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ റോമൻസിൽ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. സോറി, നിങ്ങളിപ്പോൾ കണ്ടത് റോമൻസ് അല്ല കേട്ടോ. ആ കടയുടെ പേര് റിവർ ഐലൻഡ് എന്നാണ്. റിവർ ഐലൻഡിലാണ് ഇപ്പോൾ ഞാൻ കയറിയത്. റിവർ ഐലൻഡിൽ ഞാൻ ഡെനിം ജാക്കറ്റ് നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു റോമൻസിലൊന്ന് നോക്കാം. അതുമല്ല, റോമൻസിൻ്റെ ആ സൈഡിൽ ഒരു വെജിറ്റബിൾ ഷോപ്പുണ്ട്. വെണ്ടയ്ക്ക കിട്ടുന്നത് അവിടെയാണ്. എനിക്ക് ഈ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. ആഴ്ചയിൽ ഒന്നെങ്കിലും ഞാൻ പറ്റിയ വെണ്ടയ്ക്ക വാങ്ങി കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ മാർലൻസ് എന്ന് പറയുന്ന ഈ വലിയ റോഡിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഞാൻ ഉദ്ദേശിച്ച വെജിറ്റബിൾ ഷോപ്പുള്ളത്.
അത് ഇന്ത്യൻ, അത് ഏഷ്യൻസാണ് ആ ഷോപ്പ് നടത്തുന്നത്. അവിടെ പക്ഷേ നമുക്ക് കാർഡ് കൊടുക്കാൻ പറ്റത്തില്ല, ക്യാഷ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ടേക്ക് പോകുന്ന സാധ്യത നല്ലൊരു പ്രീമിയം വാച്ചസിൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെ വെറുതെ നോക്കിയിട്ട് ഞാൻ ജി ഷോപ്പിൻ്റെ വാച്ചൊക്കെ ഇങ്ങനെ നോക്കി. ജി ഷോപ്പിൻ്റെ കിഡ്സിൻ്റെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. മേടിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ വായി നോക്കി നടക്കുകയാണ്. അതാണ് ഞാൻ ആ പറഞ്ഞ വെജിറ്റബിൾ ഷോപ്പ്. അവിടെ വെജിറ്റബിൾസ് മാത്രമല്ല കേട്ടോ, ഫ്രൂട്ട്സും ഉണ്ട്. പിന്നെ പല ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. ഈ ബോക്സിലൊക്കെ ഉള്ള ഇത് വളരെ ചീപ്പാണ് കമ്പയർഡ് ടു മാർക്കറ്റ് പ്രൈസ്. ഇത് കുറേ കൂടി ചീപ്പാണ്. ബ്ലൂബെറീസ് ഉണ്ട്, ആപ്പിൾ, പിയർ, അവോക്കാഡോ, പിന്നെ കുറേ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്നാണ് പറഞ്ഞ ലേഡീസ് ഫിംഗർ മേടിക്കുന്നത്. ഞാനപ്പോൾ അവിടുന്ന് ഏത്തയ്ക്ക മേടിച്ചു, നമ്മുടെ നാടൻ ഏത്തയ്ക്ക, നാട്ടിലത്തെ നാടൻ ഏത്തയ്ക്ക, അത് ഞാൻ വാങ്ങി. പിന്നെ വെണ്ടയ്ക്ക വാങ്ങി. പിന്നെ കുറച്ച് അവോക്കാഡോ കുറച്ച് അവോക്കാഡോ വാങ്ങി. വാങ്ങിയുള്ളൂ അവിടുന്ന്. ആയിരിക്കുന്നത് കപ്പയാണ്. Can I get a box of chili and 2 box of ladies finger? കപ്പയാണ്, ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ റോമൻസിലേക്ക് കയറി. റോമൻസിൽ ഞാൻ ഉദ്ദേശിച്ച മാതിരി ഒരു ഡെനിം ജാക്കറ്റ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. റോമൻസ് മിക്കവാറും കണ്ടത് നിങ്ങൾക്ക് 50% സെയിലിനൊക്കെയുള്ള ബോർഡ് കാണാം. മിക്കവാറും സെയിലൊക്കെ ഹാപ്പൻ ചെയ്യുന്നതാണ് ഇവിടെ. ഞാനങ്ങനെ പോയതാ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഡെനിം ജാക്കറ്റ്. ഇത് പക്ഷേ ലെങ്ത് കുറച്ച് കുറവായിരുന്നു. ഞാനത് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ കുറച്ചുകൂടെ ലെങ്ത് ഉള്ള ടൈപ്പാണ്. അതായത് കണ്ടു, ഇതാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. സോ ഇത്രയും ലെങ്തേ അതിനുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് കുറച്ചുകൂടെ ലെങ്ത് വേണമായിരുന്നു. അത് കാരണം ഞാനത് എടുത്തില്ല. വെറുതെ വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇറങ്ങിപ്പോന്നു. ഞാൻ തിരിച്ച് ബസ് കയറാനായിട്ട് പോകുമ്പോൾ പോകുന്ന വഴിക്ക് ദ ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ഒരു ചാരിറ്റി ഷോപ്പാണ്. ഇവിടെ നമുക്ക് ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് വളരെ ചെറിയ പ്രൈസിന് കിട്ടും, യൂസ്ഡ് പ്രോഡക്റ്റ്സിന്. അങ്ങനത്തെ കുറേ ഷോപ്പുകൾ UK-ലുടനീളം നിങ്ങൾക്ക് കാണാം, ഇതേപോലത്തെ ചാരിറ്റി ഷോപ്സ്. ഞാൻ ഇതുവരെ ഒന്നും ഇവിടുന്ന് വാങ്ങിയിട്ടില്ല, പക്ഷേ ചുമ്മാ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ചാരിറ്റി ഷോപ്സ് ആയത് കാരണം നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളുടെ കറക്റ്റ് സൈസും കാര്യങ്ങളൊന്നും നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. ആ ഒരു ജാക്കറ്റിന് 5 പൗണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ആ 5 പൗണ്ടിനൊക്കെ അത് റിയലി വർത്താണ്. പക്ഷേ അത് കണ്ടിട്ട് അത് ജെൻസിൻ്റെ ആയിട്ട് എനിക്ക് തോന്നി. സമയമെടുത്ത് ഇവിടെയൊക്കെ വന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഡ്രസ്സ് മാത്രമല്ല, ആക്സസറീസും പിന്നെ വീട്ടിലേക്കുള്ള യൂസ് ചെയ്യുന്ന പാത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഞാൻ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടക്കുകയാണിത്. ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തുള്ള സെനോടാപ്പ് എന്ന് പറഞ്ഞൊരു പാർക്കാണിത്. ഈ പാർക്ക് സമ്മറിൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതായത് ഇപ്പോൾ ബസ് സ്റ്റോപ്പാണ്. ഇവിടെ ഇങ്ങനൊരു ബോർഡിൽ അടുത്ത ബസ് എപ്പോൾ വരും, എത്ര നേരം വെയിറ്റ് ചെയ്യണം, ഏത് റൂട്ടിലേക്കുള്ള ബസ്സാണ് എത്താൻ പോകുന്നതൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് എൻ്റെ ബസ്സിനെ തൊട്ടുള്ള ബസ്സാണ് ആൾക്കാരതിന് ചെയ്യുന്നതാണ്. എൻ്റെ ബസ് ഒരു 5 മിനിറ്റ് ബോർഡിൽ കാണുന്നത്. ബസ്സിൽ കയറുമ്പോൾ നമുക്ക് ക്യാഷ് ആയിട്ട് കടയിട്ട് കൊടുക്കാം. ബൈ.